ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ചാപ്റ്റർ മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. മാത്തമാറ്റിക്കൽ റീസണിങ്, ദറ്റ് ഈസ് ദ 14th ചാപ്റ്റർ. ആ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചാപ്റ്റർ ആയതുകൊണ്ട് കുറച്ച് കൺസെപ്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ആ കൺസെപ്റ്റുകൾ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഡിഫറൻറ്റ് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താം. അതിൽ ഒന്നാമത്തതായിട്ട് ഇതിനകത്ത് മാത്തമാറ്റിക്കൽ റീസണിങ്ങിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് തിങ് ഈസ് അബൌട്ട് സ്റ്റേറ്റ്മെൻറ്റ്. എ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സെൻറ്റൻസ് വിച്ച് ഈസ് എയ്തർ ഓൾവേസ് ട്രൂ ഓർ ഓൾവേസ് ഫോൾസ് ബട്ട് നോട്ട് ബോത്ത് സൈമൾട്ടേനിയസ്ലി എന്നാണ് അതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ശരിയായിരിക്കണം, എപ്പോഴും ശരി, അല്ലെങ്കിൽ അത് ഫുൾ തെറ്റ്. അത് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റായിരിക്കണം. പക്ഷെ ഒരേ സമയത്ത് അത് ശരിയുമാകാം അല്ലെങ്കിൽ തെറ്റുമാകാം. അങ്ങനെ ശരിയോ തെറ്റോ ആകാനുള്ള സാധ്യത അങ്ങനെ ഇല്ലാത്തതായിരിക്കണം. അതായത് രണ്ടും കൂടി ആവാൻ പാടില്ല. ഒന്നുകിൽ തെറ്റ്, എപ്പോഴും തെറ്റ്, അല്ലെങ്കിൽ ഓൾവേസ് തെറ്റ്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് തെറ്റ്, ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ തെറ്റോ ശരിയോ എന്നുള്ളതല്ല നമ്മുടെ മാനദണ്ഡം. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലാതെ ഒരാൾ പറയുമ്പോൾ അത് ശരിയും മറ്റൊരാൾ പറയുമ്പോൾ അത് തെറ്റുമായി പോകുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു അംബീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിന് നമുക്ക് മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് അടുത്തത് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. പിന്നെ ഉള്ളത് സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫർദർ ഇറ്റ് കനോട്ട് ബി ബ്രോക്കൺ ഇൻ ടു വേറെ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ചെറിയ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ അതിനൊരു ഘടകമാക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറെ ചെറിയ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാക്കി ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത ഏറ്റവും സ്മോളസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ലെവലിലുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ചേർത്തുകൊണ്ട് നമുക്ക് കോമ്പൗണ്ട് സ്റ്റേറ്റുകൾ ഉണ്ടാക്കാം. അതാണ് നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ചേർത്ത് ആഡ് ചെയ്ത് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർദർ ഇറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റുകളാക്കി അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് നമുക്ക് പിന്നീട് പറയാം. ആ പാർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാം നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി. നമുക്ക് ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ പറ്റി ഒന്ന് നോക്കിയതിൻ്റെ ശേഷം നമുക്ക് മറ്റുള്ള കോൺവേഴ്സ് ആൻഡ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളും കൂടെ പറയേണ്ടതുണ്ട്. അത് ആ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. 2 + 2 = 4. രണ്ടും കൂട്ടിയാൽ 4 കിട്ടും. അതെപ്പോഴും കറക്റ്റാണ്. സോ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. ദ സം ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് പോസിറ്റീവ്. 2 പോസിറ്റീവ് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇറ്റ്സ് ഓൾസോ ഓൾവേസ് ട്രൂ ആണ്. അതെപ്പോഴും ട്രൂ ആണ്. അതുകൊണ്ട് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ്, മാത്തമാറ്റിക്കലി ആക്സെപ്റ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്, ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓൾ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ്. എല്ലാ പ്രൈം നമ്പറുകളും ഓഡാണ് എന്നാണ് പറയുന്നത്. അത് എപ്പോഴും ശരിയല്ല. കാര്യം ഈവൻ നമ്പറായ 2 എന്ന് പറയുന്നതും പ്രൈം നമ്പറാണ്. സോ ഇറ്റ്സ് ഫാൾസ്. ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഇറ്റ്സ് ഓൾസോ എ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓൾ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ്. അത് സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്. ബട്ട് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ദ സം ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത്. എക്സും വൈയും കൂട്ടിയാൽ 0 അധികം കിട്ടും പോലെ. ബട്ട് വി ഡോണ്ട് നോ വാട്ട് എക്സ് ആൻഡ് വൈ ഈസ്. എക്സിനും വൈ ഈസ് എ വേരിയബിൾ. ഇറ്റ് ക്യാൻ ഹാവ് നെഗറ്റീവ് വാല്യൂസ്. ദെൻ ഇറ്റ് വിൽ ബി ദ സം വിൽ ബി എ സ്മോളർ നമ്പർ ദാൻ 0. അങ്ങനെയാവാം. അതുകൊണ്ട് അത് വി ആർ നോട്ട് ഷുവർ അബൌട്ട് വാട്ട് ഈസ് എക്സ് ആൻഡ് വൈ. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ചില അല്ലാത്ത ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റുകളായ ഹൗ ബ്യൂട്ടിഫുൾ, അതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അത് ഹൗ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. ഓപ്പൺ ദ ഡോർ ഇറ്റ്സ് ആൻ ഓർഡർ. ആൻഡ് വേർ ആർ യു ഗോയിങ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഇതുപോലെ പറയുന്നതൊന്നും നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കൺസിഡർ ചെയ്യില്ല. സ്റ്റേറ്റ്മെൻറ്റ് ആവണമെങ്കിൽ ഒരു സെൻറ്റൻസ്, ഒരു ഫാക്റ്റ് നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കണം. അത്രയും ഓർത്തിരിക്കുക. പിന്നെ മറ്റുള്ളത് ഈ ടുമോറോ ഈസ് ഫ്രൈഡേ, നാളെ വെള്ളിയാഴ്ചയാണ്. അതിന് ഇന്ന് ഏതാ ദിവസം നമുക്കറിയോ? അത് ഏത് ദിവസം നിന്നാണ് പറയുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി ട്രൂ, ഇറ്റ് ക്യാൻ ബി ഫോൾസ്. സോ ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ അത് കറക്റ്റ് നമുക്ക് ദിവസം അറിയാം എന്ന് പറഞ്ഞാൽ അത് തെറ്റായാലും കുഴപ്പമില്ല, ശരിയായാലും കുഴപ്പമില്ല, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. ബട്ട് ഇൻ ദിസ് കേസ് ടുമോറോ എന്ന് പറയുന്നത് ഇന്ന് ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് അത് ഫ്രൈഡേ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഓൺ സം ഡേയ്സ് ഇറ്റ് ഈസ് ട്രൂ, ഓൺ സം ഡേയ്സ് ഇറ്റ് ഈസ് ഫാൾസ്. പിന്നെ ഷീസ് എ മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റ്. ഈ ഷീ ആരാണ് നമുക്കറിയില്ല.
അത് ക്യാൻ ബി ഒരു ഷീ എന്ന് പറഞ്ഞാൽ മാത്സിന് ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഷീ ഈസ് എ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പഠിച്ചവരാണ്. അല്ല ഫിസിക്സിന് പഠിച്ചാണെങ്കിൽ ഇറ്റ്സ് റോങ്. സോ അത് സെയിം ടൈമിൽ തന്നെ അത് ഈ ഷീ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് അത് ട്രൂ ആവാനും ഫാൾസ് ആവാനും സാധ്യതയുണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ സെൻറ്റൻസ്, എ സ്റ്റേറ്റ്മെൻറ്റ്. കാശ്മീർ ഈസ് ഫാർ ഫ്രം ഹിയർ. ഇവിടെ നിന്ന് വളരുത്. എവിടെയാണ് ഇവിടെ? കേരളത്തിൽ നിന്നാണോ പറയുന്നത്, മധ്യപ്രദേശിൽ നിന്നാണോ പറയുന്നത്, ഇനി കാശ്മീരിൽ നിന്ന് തന്നെയാണോ പറയുന്നത് നമുക്കറിയില്ല. സോ ഇറ്റ്സ് നോട്ട് ക്ലിയർ. അതുകൊണ്ട് അത് ഹിയറിനെ ഡിപ്പെൻഡ് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവാം ഫാൾസ് ആവാം. അതുകൊണ്ട് ഇറ്റ്സ് ഓൾസോ നോട്ട് എ മാത്തമാറ്റിക്കലി വാലിഡ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇങ്ങനെ കുറച്ച് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്റ്റേറ്റ്മെൻറ്റുകളെ സാധാരണ നമ്മൾ സ്മോൾ ഇംഗ്ലീഷ് ലെറ്റർ ആൽഫബറ്റ്സ് ഉപയോഗിച്ചാണ് നമ്മളതിനെ സൂചിപ്പിക്കുന്നത്. സാധാരണയായി പി, ക്യു എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ സെൻറ്റൻസുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് പി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പം പി ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്, പി എന്ന് കൊടുത്തിട്ട് രണ്ട് ഇത് ഫുൾ കോളം കൊടുത്തിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതാം. 3 ഈസ് ആൻ ഓഡ് നമ്പർ, 3 ഈസ് ആൻ ഓഡ് നമ്പർ, 5 ഈസ് ആൻ ഈവൻ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പി എന്നുള്ള പേര് കൊടുക്കാം, ക്യു എന്നുള്ള പേര് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ബട്ട് പി, ക്യു എന്ന് കൊടുത്തിട്ട് രണ്ട് കോളം കൊടുത്താണ് നമ്മൾ സാധാരണയായിട്ട് സ്റ്റേറ്റ്മെൻറ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോകാം. നമുക്ക് അവിടെ നിന്നാണ് പ്രോബ്ലംസ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാണ്, ആ സ്റ്റേറ്റ്മെൻറ്റിനെ നെഗേറ്റ് ചെയ്ത് ഇറ്റ്സ് നോട്ട് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ √3 ഒരു റാഷണൽ നമ്പറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ്, √3 ഈസ് എ റാഷണൽ നമ്പർ. അപ്പോൾ √3 ഒരു റാഷണൽ നമ്പർ അല്ല, അല്ലെങ്കിൽ √3 ഒരു റാഷണൽ നമ്പറാണ് എന്ന് പറയുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ √3 റാഷണൽ നമ്പറാണ് എന്ന് പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അതല്ല സത്യം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളൊന്ന് ജനറേറ്റ് ചെയ്ത് ഒരു പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മറ്റൊന്ന് ജനറേറ്റ് ചെയ്യുന്ന അതിൽ വരുന്നതാണ് നെഗേഷൻ എന്ന് പറയുന്ന കാര്യം. ഇതിന് നമ്മൾ സാധാരണ ഈ വേവ് ഡാഷ് എന്ന് പറയുന്ന ഇത് ഉപയോഗിച്ച് നോട്ട് പി എന്നാണ് അതിനെ ശരിക്കും വായിക്കേണ്ടത്. നോട്ട് പി എന്ന് പറയുന്നത് അതാണ് നെഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരാവുന്ന ഒരു ചോദ്യം ഞാൻ ഇവിടെ കൊടുക്കാം, സ്ക്രീനിൽ കൊടുക്കാം. റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. √2 ഈസ് ഇറാഷണൽ. അതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പി, √2 ഈസ് ഇറാഷണൽ. അപ്പോൾ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? അവിടെ നമുക്ക് 3 രീതിയിലുണ്ടാക്കാം. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്, അങ്ങനെ പറയുന്നൊരു വേർഡാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. 3 രീതിയിലാണ്. അപ്പോൾ ഒന്നിൽ നമുക്കിങ്ങനെ പറയാം, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്, √2 ഈസ് ഇറാഷണൽ. അപ്പോൾ നമുക്ക് പറയാവുന്ന, ഇതിനെ നെഗേറ്റ് ചെയ്ത് പറയാവുന്ന 3 കേസിൽ ഒന്നാണ് ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് that √2 ഈസ് ഇറാഷണൽ. ആ സെൻറ്റൻസിൻ്റെ മുന്നിൽ ഇത് ചേർത്ത് കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ വഴിയാണ് ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ്. എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിനെ പറയാം, √2 ഈസ് ഇറാഷണൽ എന്ന് പറഞ്ഞാലും അതിന് നെഗേഷനാണ്. ഇനി അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ നമുക്കതിനെ നെഗേറ്റ് ചെയ്ത് പറയാം, ഇറ്റ് ഈസ് √2 ഈസ് നോട്ട് ഇറാഷണൽ എന്ന് പറയാം. √2 ഈസ് നോട്ട് ഇറാഷണൽ, അല്ലെങ്കിൽ √2 ഈസ് എ റാഷണൽ നമ്പർ എന്ന് നമുക്ക് പറയാം, അതിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് ഉപയോഗിച്ചുകൊണ്ട്. അത് നമ്മൾ സാധാരണ പറയുന്ന കേസാണ്. ബട്ട് അത് കുറച്ചും കൂടെ മോർ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്നുള്ള 2 വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റ്മെൻറ്റിനെയും നമുക്ക് നെഗേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പി, √2 ഈസ് നോട്ട് കോംപ്ലക്സ് നമ്പർ. ഏത് സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് പി എന്ന് പേര് കൊടുക്കും, അവിടെ ഞാൻ പി എന്ന് പേര് കൊടുത്തു എന്ന് മാത്രം. √2 ഈസ് നോട്ട് കോംപ്ലക്സ് നമ്പർ. ഇതിനെ നെഗേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് നമുക്ക് ആസ് യൂഷ്വൽ നമ്മൾ നെഗേറ്റ് ചെയ്യുന്ന പോലെ √2 ഈസ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നെഗേഷനായി. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് √2 ഈസ് നോട്ട് കോംപ്ലക്സ് നമ്പർ എന്ന് പറയാം. ഓർ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് √2 ഈസ് നോട്ട് കോംപ്ലക്സ് നമ്പർ. ഇങ്ങനെയൊക്കെ നമുക്ക് നെഗേറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എവരി നാച്ചുറൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0. എവരി നാച്ചുറൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0. അത് നമുക്ക് ട്രൂ ആണ് നമുക്കറിയാം. പക്ഷെ അതിൻ്റെ നെഗേഷൻ എങ്ങനെ ചെയ്യും? ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എവരി നാച്ചുറൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എവരി നാച്ചുറൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എവരി നാച്ചുറൽ നമ്പർ ഈസ് സ്മോളർ ദാൻ 0 എന്ന് പറയാം. അല്ലെങ്കിൽ എവരി നാച്ചുറൽ നമ്പർ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ നോട്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്നുപയോഗിച്ച് നമുക്ക് നെഗേറ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിലൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല, അപ്പോൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയതുകൊണ്ടാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട നമുക്ക് വരുന്നതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മറ്റേത് ശരിയാവും. നമ്മളിപ്പോൾ ഇഫ് റെയിൻ ഇന്ന് മഴ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ടേക്ക് ആൻ അംബ്രല്ല എന്ന് പറയുന്ന പോലെ ഇഫ് ദെൻ എന്ന് പറയുന്ന കണ്ടീഷൻ. കമ്പ്യൂട്ടറൊക്കെ പഠിച്ചവർക്ക് അറിയാം ഇറ്റ്സ് എ ലൂപ്പ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകളെ പറ്റി ഇഫ് പി ദെൻ ക്യൂ എന്നുള്ള ഫോമിലാണ് അത് സാധാരണ ഉണ്ടാകുക. പി എന്ന് പറയുന്നത് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. ക്യൂ എന്ന് പറയുന്നത് അനദർ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ ഇഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്നത് ആണ് നമ്മളതിനെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇഫ് ദെൻ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്കതിനൊരു നല്ലൊരു എക്സാമ്പിൾ പഠിച്ചു വെക്കുന്നതാണ് ഇപ്പോഴും നല്ലത്, അത് ഓർക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അതിനെ പറ്റിയൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് a number is divisible by 9, if a number is divisible by 9 then it is divisible by 3 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് വളരെ നമുക്ക് പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9, അപ്പം എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 എന്ന് പറയുന്നതാണ് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. then it is divisible by 3, അത് 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും എന്ന് പറയുന്നതാണ് ക്യൂ എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കണ്ടീഷണൽ കീവേഡ്സ് ഉപയോഗിച്ചിട്ട് അതിനെ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഒന്ന് അതിൻ്റെ കോൺവേഴ്സ് എന്ന് പറയും. അപ്പോൾ കോൺവേഴ്സ് എവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനാണ്. അതിൻ്റെ കോൺവേഴ്സ് ഉണ്ട്, അതിൻ്റെ കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കോൺവേഴ്സ് എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നേരെ തിരിച്ചു പറയും. എന്താ പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞു ഇഫ് മൾട്ടിപ്പിൾ ഓഫ് 9 ആണെങ്കിൽ നമ്പർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് മൾട്ടിപ്പിൾ ഓഫ് 9. ഇഫ് എ നമ്പർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 9 ദെൻ ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോൺവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയുക? ഏതെങ്കിലും ഒരു നമ്പർ 9ൻ്റെ 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നാണല്ലോ. 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് പറയുന്നതാണ് അതിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ നെഗേഷൻ ഓഫ് ക്യൂ ദെൻ നെഗേഷൻ ഓഫ് പി. അപ്പോൾ രണ്ടും നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഓർഡർ മാറിയാണ് വരുന്നത്. രണ്ടും പോസിറ്റീവ് ഓർഡറാണ്. ഇഫ് ക്യൂ ദെൻ പി. നേരെ തിരിച്ച് പറയാം. 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് പറയാം. അല്ല, കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അത് 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് പറയുന്ന നേരെ തിരിച്ച് ഇതിൻ്റെ രണ്ടിൻ്റെയും നെഗേഷൻ തിരിച്ച് പറയുന്നതിനാണ് നമ്മൾ കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ടെണ്ണവും. അപ്പം നമുക്ക് അടുത്ത എക്സാമ്പിളിനകത്ത് കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. നമുക്ക് കോൺട്രാ പോസിറ്റീവും കോൺവേഴ്സും എഴുതണം. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇഫ് ഇൻറ്റിജർ n ഈസ് ഓഡ് ദെൻ n സ്ക്വയർ ഈസ് ഓഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇഫ് ഉണ്ട്. ഇൻറ്റിജർ n ഈസ് ഓഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ പി. ദെൻ n സ്ക്വയർ ഈസ് ഓഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. 2 സ്റ്റേറ്റ്മെൻറ്റുകളും. അപ്പോൾ നമുക്കിതിനകത്തുനിന്ന് കോൺവേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം കോൺവേഴ്സ് എന്താണെന്ന് അറിയണം. കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് പറയുക ഈ പറഞ്ഞ കാര്യം. എങ്ങനെ എഴുതും നമ്മളതിനെ? ഇഫ് ഇൻറ്റിജർ if n square is odd then integer n is odd എന്ന് നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലെ ക്യൂ ആദ്യവും പി രണ്ടാമതുമായി പറയുന്നതിനെയാണ് നമ്മൾ കോൺവേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കോൺട്രാ പോസിറ്റീവ് എഴുതുകയാണെങ്കിലോ? കോൺട്രാ പോസിറ്റീവ് എഴുതുമ്പോൾ നെഗേറ്റ് ചെയ്ത് എഴുതണം. നെഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം ഇതിനെ ഇഫ് n square is not odd then integer n is not odd. നേരെ തിരിച്ച് നെഗേറ്റ് ചെയ്ത് പറയുന്നതാണ്. അതായത് ഇഫ് n square is not odd then integer n is not ഓഡ് എന്ന് പറയുന്നത് അത് അതിൻ്റെ കോൺട്രാ പോസിറ്റീവ്. അപ്പോൾ രണ്ടും തമ്മിൽ പേരുകൾ പലതും ഉണ്ടെങ്കിൽ കോൺവേഴ്സ് തന്നെ പറഞ്ഞതിനെ തിരിച്ചു പറയുക. കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനെ നെഗറ്റീവ് ആക്കി തിരിച്ചു പറയാം.
അടുത്ത വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഇക്വിലാറ്ററൽ ദെൻ ഇറ്റ് ഈസ് ഐസോസെലസ്. നമുക്കറിയാം ഇക്വിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 3 സൈഡും ഈക്വലാണ്. ഐസോസെലസ് എന്ന് പറയാൻ 2 സൈഡ് ഈക്വൽ ആയാൽ മതി. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ആണെങ്കിൽ അതിന് ഐസോസെലസും ആയിരിക്കും. സോ ഇവിടെ 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഇക്വിലാറ്ററൽ എന്ന് പറയുന്ന പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ദെൻ കഴിഞ്ഞിട്ട് എ ട്രയാങ്കിൾ ഈസ് ഐസോസെലസ് എന്ന് പറയുന്ന, അതായത് ഇക്വിലാറ്ററൽ ആണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ഐസോസെലസ് ആണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും. അപ്പോൾ നമുക്ക് കോൺവേഴ്സ് എഴുതണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ നേരെ തിരിച്ചെഴുതിയാൽ മതി. എങ്ങനെ എഴുതും? ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഐസോസെലസ് ദെൻ ഇറ്റ് ഈസ് ഇക്വിലാറ്ററൽ എന്ന് പറയുന്ന സെൻറ്റൻസ് നമ്മുടെ കോൺവേഴ്സായി. ഇനി നമുക്ക് വേണ്ടത് കോൺട്രാപോസിറ്റീവ്. കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ടിനെയും നെഗേറ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്യണം. നെഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസെലസ്, ഇഫ് എ ട്രയാങ്കിൾ എങ്ങനെ എഴുതാം? ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസെലസ് then it is not equilateral. അങ്ങനെ തിരിച്ച് നെഗറ്റീവ് ചെയ്ത് തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൺട്രാ പോസിറ്റീവായി. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്പർ 3 ഈസ് പ്രൈം ഓർ ഇറ്റ് ഈസ് ഓഡ് എന്നാണ്. ഇതിൻ്റെ കമ്പോണൻറ്റ്, ഇതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓർ എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ഇതിൻ്റെ കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് എഴുതാനാണ്. നമ്പർ 3 ഈസ് പ്രൈം ഓർ ഇറ്റ് ഈസ് ഓഡ് എന്നാണ്. അതിന് 2 സ്റ്റേറ്റ്മെൻറ്റ്, 2 സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റുകളാക്കി എഴുതണം. അപ്പോൾ ഒന്ന് നമുക്കതിന് വേണമെങ്കിൽ പി എന്ന് എഴുതാം. നമ്പർ 3 ഈസ് പ്രൈം എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് ആണ്, അതിൻ്റെ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മറ്റേത് ക്യൂ എന്ന് പറയുന്നത് നമ്പർ 3 ഈസ് ഓഡ്. ഇങ്ങനെ പറയുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകളെ ഓർ എന്ന് പറയുന്ന ഒരു കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്കിപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൻ്റെ കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതാൻ പറയും. മാത്രമല്ല ഇതിൻ്റെ കൂടെ ചോദിച്ചിരിക്കുന്നത് ഈ കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയാൻ വേണ്ടിയാണ്. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്പർ 3 ഈസ് എ പ്രൈം നമ്പർ. പ്രൈം നമ്പർ ആണ് നമ്പർ 3. ഓൾവേസ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ. സോ ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് നമ്പർ 3 ഈസ് എൻ ഓഡ്, അല്ലെങ്കിൽ നമ്പർ 3 ഈസ് ഓഡ് എന്ന് പറയുന്നത് അത് ഓൾവേസ് ട്രൂ ആണ്. 3 ഈസ് എൻ ഓഡ് നമ്പർ. സോ ദിസ് ഈസ് ഓൾസോ എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഓൾ ഇൻറ്റിജേഴ്സ് ആർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെ കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളാക്കി എഴുതാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് 2 സ്റ്റേറ്റ്മെൻ്റ് ഉള്ളൂ. അതിലൊന്ന് പി എന്ന് പറയുന്നത് ഓൾ ഇൻറ്റിജേഴ്സ് ആർ പോസിറ്റീവ് എന്ന് പറയുന്നതാണ്. ഓൾ ഇൻറ്റിജേഴ്സ് ആർ പോസിറ്റീവ്. ക്യൂ എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കാര്യം ഈ ഓർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു രണ്ടാമത്തെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഉണ്ട്. എന്താണത്? ഓൾ ഇൻറ്റിജേഴ്സ് ആർ നെഗറ്റീവ് എന്ന് പറയുന്നതാണത്. ഓൾ ഇൻറ്റിജേഴ്സ് ആർ നെഗറ്റീവ്. അപ്പോൾ ഓൾ ഇൻറ്റിജേഴ്സ് ആർ പോസിറ്റീവ് എന്നും ഓൾ ഇൻറ്റിജേഴ്സ് ആർ നെഗറ്റീവ് എന്നും പറയുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ഓർ എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ച് ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയതാണിത്. അപ്പോൾ ഓൾ ഇൻറ്റിജേഴ്സ് ആർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇതിൽ ട്രൂ ഓർ ഫോൾസ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾ ഇൻറ്റിജേഴ്സ് ആർ പോസിറ്റീവ് ഫാൾസ് ആണ്. ഓൾ ഇൻറ്റിജേഴ്സ് ആർ നെഗറ്റീവ് അതും ഫാൾസ് ആണ്. അപ്പം പക്ഷേ ഓർ വരുന്ന സമയത്ത് ഒന്നുകിൽ പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് എന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് 0 ഈസ് ദ. സോ അത് നമ്മളതിൻ്റെ വാലിഡിറ്റിയിലോട്ട് പോകുന്നില്ല. ഇവിടെ 2 കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആക്കി. 2 സ്റ്റേറ്റ്മെൻറ്റുകൾ രണ്ടും ഫോൾസ് ആണ്. ഇതും ഫോൾസ് ആണ്, ഇതും ഫോൾസ് ആണ്. ഇനി മറ്റൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഇഫ് ദെൻ എന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ. അതുപോലെയുള്ള മറ്റൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയുന്നത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് കണ്ടീഷൻ ആണെങ്കിൽ, ഇതുവരെ നമ്മളൊരു കണ്ടീഷനാണ് അങ്ങോട്ട് പറഞ്ഞത്, ആ കണ്ടീഷൻ ആണെങ്കിൽ മറ്റേത് ശരിയാവും എന്ന് പറയുന്ന പോലെ. എന്നാൽ അതല്ല, അത് ശരിയാകുകയാണെങ്കിൽ ഇതും ശരിയാകും എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടീഷനിലാവുമ്പോഴാണ് നമ്മൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ ചിലപ്പം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടി. അതിന് നമ്മൾ സാധാരണയായിട്ട് എഴുതുന്നത് പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ
നമ്മൾ അതിനെ രണ്ട് തലയിലും ആരോ ഇട്ടിട്ട് ഇംപ്ലൈസ് എന്നല്ല ഈക്വലൻസ് എന്ന് എഴുതിയിട്ട് ക്യൂ എന്ന് പറയും. അപ്പം പി കണ്ടീഷൻ റെഡി ആണെങ്കിൽ ക്യൂ ഓക്കെ ആയിരിക്കും. ക്യൂ റെഡി ആണെങ്കിൽ പിയും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി കണ്ടീഷനിലാണ്. ഒരു ക്വസ്റ്റ്യൻ ആണ്, എ പെയർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. നമ്മൾ അതിനെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് വെച്ചിട്ട് കമ്പൈൻ ചെയ്യണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഇഫ് എ റെക്ടാങ്കിൾ ഈസ് എ സ്ക്വയർ ദെൻ ഓൾ ഇറ്റ്സ് 4 sides ആർ ഈക്വൽ. ഒരു റെക്ടാങ്കിൾ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ 4 സൈഡും ഈക്വൽ ആയിരിക്കും. ഇഫ് ഓൾ ദ 4 sides, സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇഫ് ഓൾ ദ 4 sides ഓഫ് എ റെക്ടാങ്കിൾ ആർ ഈക്വൽ, 4 സൈഡും ഈക്വൽ ആണെങ്കിൽ ദെൻ ദ റെക്ടാങ്കിൾ ഈസ് സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ ആണെങ്കിൽ ഈക്വൽ ആണ്, ഈക്വൽ ആണെങ്കിൽ സ്ക്വയർ ആണ് എന്ന് പറയുന്ന ഇക്വലൻസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് കണ്ടീഷനിലാക്കി എഴുതുക? ദെൻ വി ക്യാൻ റൈറ്റ് ഇറ്റ്. ഞാൻ വായിക്കാം. എ റെക്ടാങ്കിൾ ഈസ് എ സ്ക്വയർ, ഒരു റെക്ടാങ്കിൾ സ്ക്വയർ ആവും. എ റെക്ടാങ്കിൾ ഈസ് എ സ്ക്വയർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് 4 sides ആർ ഈക്വൽ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് 4 sides ആർ ഈക്വൽ എന്നാണ് നമ്മൾ അതിനെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഉപയോഗിച്ച് പറയുന്നത്. ആ കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 4 സൈഡും ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഈസ് എ സ്ക്വയർ. സ്ക്വയർ ആണോ? 4 സൈഡും ഈക്വലുമായിരിക്കും. അങ്ങോട്ട് പറയും, ഇതിനെ ഈക്വലൻസ് എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് വെച്ച് കമ്പൈൻ ചെയ്യാനുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു എക്സാമ്പിളാണ്, ഇഫ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3. ഒരു നമ്പറിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ദെൻ ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3. അത് ഡിവിസിബിൾ ബൈ 3 ആണ്. അതൊരു ഇഫ് ദെൻ കണ്ടീഷനാണ്. ഓക്കെ, ഇനി മറ്റൊരു കണ്ടീഷൻ കൂടെ പറയാണ്, ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3, ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ ദെൻ ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ കണ്ടീഷൻ അങ്ങോട്ടും പറഞ്ഞു, അതേ കണ്ടീഷനെ നേരെ തിരിച്ചിട്ടും ഒരു ഇഫ് കണ്ടീഷൻ ഉപയോഗിച്ച് പറഞ്ഞു. ഇഫ് സം ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ സമ്മ് ഡിവിസിബിൾ ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ സമ്മ് ഡിവിസിബിൾ ആണെങ്കിൽ നമ്പർ ഡിവിസിബിൾ ആയിരിക്കും എന്ന് പറയുന്ന, നമ്പർ ഡിവിസിബിൾ ആണെങ്കിൽ സമ്മ് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഫ് ദെൻ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമുക്കിതിനെ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആക്കി മാറ്റാം. അതിനെ നമ്മൾ എങ്ങനെയാണ് മാറ്റുക? എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ സം ഓഫ് ദ ഡിജിറ്റ് ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 3. അപ്പം സമ്മ് ഡിവിസിബിൾ ആണെങ്കിൽ മാത്രം ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കാം. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ഇഫ് ക്യൂ ദെൻ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുമാണെങ്കിൽ ഇഫ് പി വെൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറയുന്ന നമുക്ക് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റാൻ പറ്റും. അടുത്തതായി, ഇഫ് എ നാച്ചുറൽ നമ്പർ ഈസ് ഓഡ് ദെൻ ഇറ്റ്സ് സ്ക്വയർ ഈസ് ഓൾസോ ഓഡ് എന്ന് പറയുന്ന ഒരു ഇഫ് ദെൻ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ 5 വ്യത്യസ്ത രീതിയിലാക്കി എഴുതാൻ വേണ്ടിയാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5 വ്യത്യസ്ത രീതിയിൽ അതിന് നമ്മൾ മാറ്റി എഴുതാം. അങ്ങനെയാവുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ സ്ക്രീനിൽ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് 5 രീതിയിൽ എഴുതാം. അതിൽ ഒന്നാമത്തത് നമ്മൾ ഇംപ്ലൈസ് ദാറ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? എ നാച്ചുറൽ നമ്പർ ഈസ് ഓഡ് ഇംപ്ലൈസ് ദാറ്റ് ഇറ്റ്സ് എ സ്ക്വയർ ഈസ് ഓഡ്. അപ്പം ഒരു നാച്ചുറൽ നമ്പർ ഓഡാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ സ്ക്വയർ ഓഡാണ് എന്ന് പറയാം. നമുക്ക് അതേ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ മറ്റൊരു ഭാഷയിൽ പറയുന്നു അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തത് ഇംപ്ലൈസ് ദാറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് പറയാം. രണ്ടാമത്തത് എ നാച്ചുറൽ നമ്പർ ഈസ് ഓഡ് ഓൺലി ഇഫ് ഇറ്റ്സ് സ്ക്വയർ ഈസ് ഓഡ്. ഓൺലി ഇഫ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ മാറ്റി പറയാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് എ നാച്ചുറൽ നമ്പർ ഈസ് ഓഡ് ഓൺലി ഇഫ് ഇറ്റ്സ് സ്ക്വയർ ഈസ് ഓഡ് എന്ന് പറയുന്നത്. അതായത് പി. മൂന്നാമതായിട്ട് നമുക്ക് പറയാവുന്നത് ഫോർ എ നാച്ചുറൽ നമ്പർ ടു ബി ഓഡ് ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ഇറ്റ്സ് സ്ക്വയർ ഈസ് ഓഡ്. എ നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് എങ്ങനെ പറയാം? നമുക്ക് മൂന്നാമത്തത് ഫോർ എ നാച്ചുറൽ നമ്പർ ടു ബി ഓഡ് ഇറ്റ് ഈസ് നെസസറി ദാറ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് പറയാം. ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ഇറ്റ്സ് സ്ക്വയർ ഈസ് ഓഡ് എന്ന് പറയാം. നാലാമത്തത് ഫോർ ദ സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ ടു ബി ഓഡ് ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറയാം. അതപ്പോൾ നമ്മൾ ക്യൂ എന്ന് പറയുന്നത് മുന്നിൽ വരും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മുന്നിൽ വരും. ഫോർ ദ സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ ടു ബി ഓഡ്, രണ്ടാമത്തെ കണ്ടീഷൻ അത് ഓഡ് ആവണമെങ്കിൽ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ ഓഡ് ആവണമെങ്കിൽ
ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ദാറ്റ് ദ നമ്പർ ഈസ് ഓഡ്, നമ്പർ ഓഡ് ആയാൽ മതി. അപ്പോൾ സഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്, നേരത്തെ നെസസറി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചാണ് നമ്മൾ എഴുതിയത്. ഇവിടെ സഫിഷ്യൻറ്റ്, അത് ക്യൂ ആദ്യം വരണം, പി രണ്ടാമതും വരണം. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, ഇഫ് ദ സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ ഈസ് നോട്ട് ഓഡ്, അത് നെഗേറ്റ് ചെയ്യാണ് നമ്മൾ. ഈ സെൻറ്റൻസിനെ നെഗേറ്റ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അതിനല്ലെങ്കിൽ മാറ്റി പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? ക്യൂ, ഇഫ് ദ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ ഈസ് നോട്ട് ഓഡ്, അതായത് നമ്മൾ ക്യൂവിൻ്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ, ദെൻ ദ നാച്ചുറൽ നമ്പർ ഈസ് നോട്ട് ഓഡ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ ആക്കിയിട്ട്. ഇങ്ങനെ 5 രീതിയിൽ എഴുതാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ചിലപ്പോൾ ചോദിച്ചുകൂടായികയില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വെരിഫൈ ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷൻ. അത് വാലിഡേഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വാലിഡേറ്റ് ചെയ്യുന്ന, ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യുന്ന ഒരു വാലിഡേഷൻ്റെ മെത്തേഡാണ് മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് √5 ഈസ് ഇറാഷണൽ. അപ്പോൾ √5 ഈസ് ഇറാഷണൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്ന് വാലിഡേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് പറയുന്നൊരു ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കതും കൂടെ ഒന്ന് ചെയ്യാം. ഇത് നേരത്തെ എല്ലാവരും പഠിച്ചതായിരിക്കും. ഒരു റൂട്ട് പ്രൈം നമ്പറിനെ നമുക്ക് ഇറാഷണലാണ് എന്ന് തെളിയിക്കുന്നത് എങ്ങനെയെന്നാണ്. അപ്പോൾ ഇറാഷണൽ എങ്ങനെയെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് √5 ഈസ് റാഷണൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും നമ്മൾ. √5 ഈസ് റാഷണൽ. അങ്ങനെ √5 റാഷണൽ ആണെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് റാഷണൽ നമ്പർ? റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എനി നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം p/q വെർ q നോട്ട് ഈക്വൽ ടു 0 ആൻഡ് p ആൻഡ് q ആർ ഇൻ ദെയർ സ്മോളസ്റ്റ് ഫോം, അല്ലെങ്കിൽ കോ പ്രൈം എന്ന് പറയും. അങ്ങോട്ടൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. അപ്പോൾ p/q എന്ന് എഴുതണം. അങ്ങനെ എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ √5 ഈസ് റാഷണൽ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ തുടങ്ങുന്നത് ഇവിടെയാണ്. ഇനി കോൺട്രാഡിക്റ്റ് ചെയ്തിട്ട് വേണം നമുക്കതിനെ ഇറാഷണൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഈസ് റാഷണൽ ആണ്, ഈസ് റാഷണൽ എന്ന് പറയുന്നതാണ് നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. ക്ലിയർ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ √3 ചോദിച്ചാലും √7 ചോദിച്ചാലും ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ സ്ക്വയർ ചെയ്യാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ ഈ √5q ഈസ് ഈക്വൽ ടു p എന്നുള്ളത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √5 ഈസ് ഈക്വൽ ടു p, q ഈസ് ഈക്വൽ ടു p. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് സൈഡ്സ്, ഇവിടെ √5 ഈസ് ഈക്വൽ ടു p² എന്നായി മാറും. അപ്പോൾ 5q² p² ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നോക്കൂ, p² ഇപ്പുറത്തുള്ളത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. അതിൻ്റെ അർത്ഥം p² ഈസ് മൾട്ടിപ്പിൾ ഓഫ് 5 എന്നാണ്. ഒരു ബേസിക് നെയിം അനുസരിച്ച് നമുക്കറിയാം, p² മൾട്ടിപ്പിൾ ഓഫ് 5 ആണെങ്കിൽ p ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 5 ആയിരിക്കും. p² മൾട്ടിപ്പിൾ ഓഫ് 5 ആണെങ്കിൽ p ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 5 ആയിരിക്കും. അപ്പോൾ p നമുക്ക് എങ്ങനെ എഴുതാം? p ഈസ് ഈക്വൽ ടു 5a എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ p ഈസ് ഈക്വൽ ടു 5a. അപ്പോൾ ഈ pക്ക് പകരം 5a എന്നുള്ളത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 5q² ഈസ് ഈക്വൽ ടു 5a² ദാറ്റ് ഈസ് ഈക്വൽ ടു 25a² എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഇവിടെ 5q² ഉണ്ട്, ഇവിടെ 25a² ഉണ്ട്. അപ്പോൾ 5നെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ q² ഈസ് ഈക്വൽ ടു 5a² എന്ന് കിട്ടും. കാര്യം ഈ 5 ഇവിടെ വരുമ്പോൾ 5 വെട്ടിപ്പോവും. ഇവിടെ നോക്കൂ നിങ്ങൾ, q² എന്ന് പറയുന്നത് 5a², അത് മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. q² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. അതിൻ്റെ അർത്ഥം q ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 5. ക്യൂവും 5b ആണ്. അപ്പം നമുക്ക് 2 ആൻസർ കിട്ടി. ക്യൂവും മൾട്ടിപ്പിൾ ഓഫ് 5b ആണ്. 5b അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഒരു നമ്പറിൻ്റെ 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അതുപോലെ p നമുക്ക് 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താ? പിക്കും ക്യൂവിനും കോമൺ ആയിട്ട് ഒരു മൾട്ടിപ്പിൾ ഉണ്ട് എന്നാണ് 5. അപ്പം നമ്മൾ p/q ഈസ് ഇൻ ദെയർ സ്മോളസ്റ്റ് ഫോം അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോം എന്ന് എഴുതിയത് തെറ്റാണ്. കാര്യം രണ്ടിനും കോമൺ ആയിട്ട് 5 ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതാ, ഇനി ഇങ്ങോട്ട് എഴുതുന്നില്ല, നമ്മൾ ഇതുപോലെ അങ്ങ് അസ്യൂം ചെയ്യാണ്. ഇനി നമ്മൾ മാറ്റിയിട്ട് രണ്ടിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് a/b എന്ന് എഴുതി. a/b എന്ന് എഴുതി വീണ്ടും ഇതേ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? എയും ബിയും മൾട്ടിപ്പിൾ ഓഫ് 5 ആണ് എന്ന് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ വീണ്ടും a/b എന്നല്ല m/n എഴുതി വേറെ നമ്മൾ കൊണ്ടുവരുമ്പോൾ വീണ്ടും എങ്ങനെയൊക്കെ നിങ്ങൾ p/q എന്ന് എഴുതി കഴിഞ്ഞാലും അതിനൊക്കെ ഒരു കോമൺ മൾട്ടിപ്പിൾ ഉണ്ടാകും. കാര്യം ഒരിക്കലും അതിനെ നിങ്ങൾക്ക് എൻ്റെ ലോവസ്റ്റ് ഫോം അല്ലെങ്കിൽ ഒരു കോപ്രൈം ആയിട്ട് എഴുതാൻ കഴിയില്ല. ദാറ്റ് മീൻസ് ഇറ്റ് കോൺട്രാഡിക്ട്സ് അവർ അസംഷൻ ദാറ്റ് √5 അല്ലെങ്കിൽ അവർ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് √5 ഈസ് റാഷണൽ. അപ്പോൾ ഇതിനെ ബൈ കോൺട്രാഡിക്ഷൻ മെത്തേഡിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ √5 ഈസ് നോട്ട് റാഷണൽ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഇനിയും വാലിഡേഷൻ്റെ 1-2 മെത്തേഡുകൾ കൂടെ ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ ഇതിനകത്ത് ആൻഡ് ഓർ എന്നൊക്കെ പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. പക്ഷേ ഏതായാലും എക്സാം ഇത്ര അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഇനി അങ്ങോട്ട് വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അത്യാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള നെഗേഷൻ, കോൺട്രാപോസിറ്റീവ്, കോൺവേഴ്സ്, അതുപോലെ തന്നെ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റുകളാക്കി എഴുതുന്നത്,
ഇത്തരം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഫോക്കസ് ഏരിയയിൽ നിന്ന്. അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക, മാർക്ക് മാക്സിമം വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ സമയമെടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം പുതിയ സബ്ജക്റ്റ് കൂടെ ആയതുകൊണ്ടാണ്. ഓക്കെ, എനിഹൗ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ വീണ്ടും കാണാം. താങ്ക് യു.